എന്റെ ഇഷ്ടത്തെക്കാൾ, എന്റെ താല്പര്യത്തെക്കാൾ എല്ലാ പടച്ച റബ്ബിന് വേണ്ടി മാറ്റിവെച്ചവനാണ് ഞാൻ. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ലോകത്തിന്റെ സംരക്ഷകനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സമകാര കർത്താവായ പടച്ച റബ്ബിന് വേണ്ടി ഞാൻ എന്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചവനാ. അതുകൊണ്ട് പടച്ച റബ്ബ് നൽകിയ സംതൃപ്തമായ സ്വർഗമാണ് നീ കണ്ടത് എന്ന് അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹുവിനോട് ആ വിലായത്തിന്റെ മർത്തബയെത്തിയ മഹാൻ പറഞ്ഞുവെങ്കിൽ, ഞാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട് ഉറപ്പെടുത്തുന്നത്, പരിശുദ്ധമായ മുഹറം മാസമാണ് കടന്നു വരുന്നത്. തെറ്റുകളിൽ നിന്ന് പരിപൂർണമായി ഒഴിയണേ, തെറ്റുകളിൽ നിന്ന് പരിപൂർണമായി ഒഴിയണേ. മുഹറം മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കണേ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്, ആരെങ്കിലും പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ തുടക്കം മുതൽ ഇലാ ആശുറായിന്റെ സുദിനം വരെ ആരൊരുവൻ നോമ്പ് അനുഷ്ഠിച്ചോ ഔറസ അൽ ഫിർദൗസൽ അലാ, പരിശുദ്ധമായ പവിത്രമായ ഫിർദൗസ് അനന്തരം അല്ലാഹു നൽകുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി വരാൻ പോവാണ് മാസം, അല്ലാഹു കബൂലാക്കട്ടെ. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ തെറ്റിൽ നിന്നൊഴിയണം. നിന്റെ കണ്ണുകളെ നീ സൂക്ഷിക്കണേ, നിന്റെ കാതുകളെ നീ സൂക്ഷിക്കണേ. തീർന്നില്ല. വല്ലിസാൻ, നാവിന് വ്യഭിചാരമുണ്ട്. സാബാ ഫസിനാഹു അൽ കലാം, നാവിന്റെ വ്യഭിചാരം അത് ഹറാമായ ഭാഷണമാണ്. അന്യപ്പെണ്ണമായി മോശപ്പെട്ട ഭാഷണം നടത്തുന്നതായ ചെറുപ്പക്കാരില്ലയോ, സഹോദരങ്ങളില്ലോ? പാതിരാത്രി സമയത്ത് അന്യപ്പെണ്ണമായി വാട്സാപ്പിലൂടെ ചാറ്റിംഗ് നടത്തുന്നവരെ പഠിച്ചു വെക്കണേ. നിന്റെ വോയിസ് മെസ്സേജുകൾ അത് ഹറാമാണ്. അല്ലാഹു കാക്കട്ടെ. നാവ് കൊണ്ടുള്ള ഭാഷണം സുഖല്ലേ എന്നൊക്കെ ചോദിക്കുക. അന്യ പെണ്ണാണോ അത് ഹറാമാ? അത് ചോദിക്കാൻ വീട്ടിൽ ഭാര്യ ഉണ്ടെങ്കിൽ റാഹത്ത്. അവളോട് ചോദിക്കൂല, അവളെ ഫോൺ വന്നാൽ വേഗം കട്ട് ചെയ്ത് വിടുക. വലിയ എറായിപ്പോയി. എന്താ പറയുന്നത്? ആദ്യത്തെ ഒരാഴ്ച ഭയങ്കരമായിരുന്നു. ഓള് വരാൻ വേണ്ടി ഇത് എന്താ വിളിക്കാത്ത, ഓഫീസിൽ പോയി അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങോട്ട് വിളിക്കുന്നു, അങ്ങോട്ട് വിളി, വലിയ സംഭവം. അപ്പൊ അല്ല കോൾ എടുക്കുന്ന പോലുമില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് ശ്രദ്ധിച്ചോ, ശരിക്കും ശ്രദ്ധിച്ചോ, എല്ലാ അവയവങ്ങളും ശ്രദ്ധിച്ചോ. തീർന്നില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വരിജലാനി തസിനിയാൻ, രണ്ട് കാലുകൾ വിചരിക്കുന്നുണ്ട്. സാബ ഫസിനാഹുമാ അൽ ഖുതാ, ഹറാമായ സ്ഥലത്തേക്കുള്ള ചവിട്ടടിയാണ്. സിനിമ കാണാൻ പോകുന്നവരെ, തിയേറ്ററിലേക്ക് യാത്ര തിരിക്കുന്നവരെ, വ്യഭിചാരശാലകളിലേക്ക് പോകുന്നവരെ, സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ ആ ഭാര്യ മറന്നുകൊണ്ട് അന്യ സ്ത്രീകളിലേക്ക് മുഖം വെച്ചുകൊണ്ട് യാത്ര തിരിക്കുന്നവരെ, അതിനുവേണ്ടി ബൈക്ക് എടുത്തുകൊണ്ട് പോകുന്നവരെ, അതിനുവേണ്ടി കാർ എടുത്തുകൊണ്ട് യാത്ര ചെയ്യുന്നവരെ, അതിനുവേണ്ടി മാളിലേക്ക്, പാർക്കിലേക്ക്, ബീച്ചിലേക്ക് യാത്ര തിരിക്കുന്നതായ ചെറുപ്പക്കാരാ, ആ യാത്രയുടെ ഓരോ ചവിട്ടടിയും ഹറാമാണ്. വ്യഭിചാരത്തിന്റെ ശിക്ഷയാണുള്ളത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഫസിനാഹുമാ അൽ ഖുതാ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഓരോ ചവിട്ടടിയും കാലിന്റെ വിചാരമാ. ഹറാമായ സ്ഥലത്തേക്ക് വിചരിക്കാൻ പോവാ, കാലുകൊണ്ട് നടക്കുക. ഓരോ ചവിട്ടടി കണക്കാക്കും. നീ കാറിൽ പോയാലും ബൈക്കിൽ പോയാലും എങ്ങനെ പോയാലും ഇവിടുന്ന് അങ്ങോട്ടുള്ള ദൂരം അതനുസരിച്ച് നിനക്ക് വിചാരത്തിന്റെ ശിക്ഷ. അഊദു ബില്ലാഹി, അല്ലാഹു കാക്കട്ടെ. ആ യാത്ര തന്നെ പാടില്ല എന്നർത്ഥം. ചുരുക്കത്തിൽ നിന്റെ ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളും ശ്രദ്ധിക്കണം. കാരണം എന്ത്? ഈ അവയവങ്ങളൊക്കെ വലിയ ഭാഗ്യം ചെയ്ത അവയവങ്ങളാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. ഈ കണ്ണ് നീ സംരക്ഷിച്ചാൽ നിനക്ക് ഭയങ്കര കൂലിയാണ്. വേഗം നിർത്തും. ശ്രദ്ധിക്കണേ, എന്താണ് കൂലി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മുഅ്മിനായ മനുഷ്യനെ നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ തിരുഹദറത്തിലേക്ക് എത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ അവനെ കടത്തിയിട്ട് ആദ്യമായി
അവന് സ്വർഗം കാണുമ്പോ അവൻ സന്തോഷത്തോടുകൂടി അതിലേക്ക് കടക്കുമ്പോ ആദ്യമായി അവന് കഴിക്കാൻ അല്ലാഹു നൽകുന്നത് മത്സ്യത്തിന്റെ കരൾ റോസ്റ്റ് ചെയ്ത് നൽകുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. സഹാബത്ത് ചോദിച്ചു, മാ അവ്വലുമായ ഉക്കുലു അഹ്ലുൽ ജന്ന, സ്വർഗത്തിൽ കടക്കുമ്പോ ആദ്യം കിട്ടുന്ന ഫുഡ് ഏതാണ്? എന്താണ്? കരൾ റോസ്റ്റ് ചെയ്യും. മീനിന്റെ കരൾ ഇഷ്ടമുള്ളവരുണ്ടോ? ഒന്ന് കൈ ഉയർത്തിക്ക്. എത്ര പേരുണ്ട്? എത്ര പേരുള്ളോ? റോസ്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കണം. ഇപ്പൊ കൈവെക്കാൻ രണ്ടുപേരും ഉണ്ട്. അള്ളാഹു നമ്മുടെ ഭക്ഷണത്തിൽ ബർക്കത്ത് നൽകട്ടെ. ഉറക്കെ പറയുന്ന അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. സഹായിക്കാടെ വീട്ടിലാണ് എപ്പോ വന്നാലും ബുക്ക് ചെയ്യല്. കാരണം നല്ല മീൻ വിഭവമാണ്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അവരുടെ വീട്ടുകാർക്കും അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. എല്ലാ നാട്ടിലും അൽഹംദുലില്ലാ, ഈ നാട്ടിലേക്ക് പ്രത്യേകിച്ച് നല്ല മീൻ കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വരണം അല്ലേ? അവിടെ ഉസാമാരെയൊക്കെ അത് പറയാൻ വരുമ്പോൾ ഇവിടെ എന്താ പറയുക, മീൻ മതി എന്ന് പറയുന്നത്. കാരണം നല്ല റാഹത്തായിട്ട് മീൻ കഴിക്കാൻ പറ്റും. അള്ളാഹു കബൂലാക്കട്ടെ. എന്താ ഉറക്കം മീൻ പറയുന്നില്ലേ? ആ ദാഹിക്കൊക്കെ ആയോണ്ടല്ലേ? വേണ്ട, ഇതിനെ ഒരുപാട് എല്ലാവരും വന്ന് ദ്വാരക്കുന്നത് അങ്ങനെ കരുതണ്ട. നമുക്കൊക്കെ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. നമ്മുടെയൊക്കെ ഭക്ഷണത്തിൽ അള്ളാഹു വിശാലത നൽകട്ടെ. ഞാൻ ഉസ്താമ്പള്ളി ഇരിക്കുന്ന സമയത്ത് എത്രയോ ആളുകൾ അൽഹംദുലില്ലാ വിരുന്ന് കൂട്ടിയവരുണ്ട് ഈ നാട്ടുകാർ. അള്ളാഹുവരെയൊക്കെ കബൂലാക്കുമാറാവട്ടെ. ഇന്നും കരുനാഗപ്പള്ളിയിൽ ജുമായ്ക്ക് പോയിട്ടും ഇപ്പോഴും ആ ബന്ധം നിലനിർത്തി പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ആലപ്പുഴ നിവാസികൾ. അള്ളാഹു അത് കബൂലാക്കട്ടെ. ഇവിടെ നമ്മുടെ തൊട്ടപ്പുറത്തെ ഇജാബാണ് സ്ഥലമില്ലെന്ന നീർക്കുന്നത്തുള്ള ഷറഫുദ്ദീൻ സാഹിബ്, അദ്ദേഹത്തിൻ്റെ കുടുംബോടുണ്ടാവും. അള്ളാഹുവർക്കൊക്കെ ബർക്കത്ത് നൽകട്ടെ. അവരൊക്കെ വീട്ടിൽ പെട്ടി കണക്കിന് കൊണ്ടുവരും, പെട്ടിക്കകത്ത് റോഡ് കണക്കിന്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഇപ്പൊ ലൈവിലൂടെ കേട്ടിരിക്കുന്നവർ കമന്റിടാൻ അത്യാവശ്യമാവും, അതിനായി പറയാം. അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. അവരുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ. മരണപ്പെട്ടു പോയ അബ്ദുറഹീം സാഹിബ് വലിയ ബന്ധമുള്ള മനുഷ്യനാണ്, ആലപ്പുഴയിലുള്ള. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. കാരണം അദ്ദേഹത്തിന്റെ ആണ്ട് പോരുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അവരൊക്കെ ആലിമീങ്ങളെ വലിയ സ്നേഹിച്ച ആളുകളാണ്. ആ സ്നേഹം വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഏത് സദസ്സിലും അവരെ ഓർക്കും, അവർക്ക് വേണ്ടി ദുആ ഉണ്ടാവും. ഈ ഇരിക്കുന്ന ഉസ്താദുമാരൊക്കെ, ഈ ഇരിക്കുന്ന മുത്തഅല്ലിമീങ്ങളും ഒക്കെ അങ്ങനെയാണ്. ഭക്ഷണം തൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾക്ക് ചെറുപ്പത്തിൽ ഭക്ഷണം നൽകിയവർ മറക്കാതിരിക്കുമല്ലോ, ഓർക്കും, എപ്പോഴും മനസ്സിലുണ്ടാവും. ഭക്ഷണം നൽകുന്ന കാലഘട്ടത്തിൽ ഉസ്താദുമാർക്ക് നമ്മൾ ചെലവ് കൊടുക്കുന്നു. നമുക്ക് വലിയ മടിയായിരിക്കും ചിലപ്പോൾ കൊടുക്കുക, പക്ഷെ അന്ന് നമ്മൾ കൊടുത്ത ആ ചെലവിന്റെ ബർക്കത്തുണ്ടായിരിക്കും ഒരിക്കലും ചിലപ്പോൾ ആഖിറത്തിൽ നമ്മൾ രക്ഷപ്പെടുക. വേറെ അമലും ഉണ്ടായിരിക്കുക. കാരണം എത്രയോ സാലിഹീങ്ങളാകുന്ന ആളുകൾ, എത്രയോ സമുന്നതരാകുന്ന ഉലമാക്കൾക്കൊക്കെ വിരുന്നൂട്ടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അതിന്റെ ബർക്കത്ത് കൊണ്ട് നാളെ ആഖിറത്തിൽ അവരുടെ ഒരു ശഫാഅത്ത് കിട്ടിയാൽ മതി, രക്ഷപ്പെടും. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എത്രയോ നല്ല മുത്തഅല്ലിമീങ്ങളുണ്ട് ഈ സദസ്സിൽ. ആ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഈ നാട്ടുകാർ അള്ളാഹുവിനെ കബൂലാക്കട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ സ്വർഗത്തിലുള്ള ഭക്ഷണം നമ്മുടെ കാറ്റഗറിയിൽ പെട്ടതാണ്. ഏതാണത്? മീനിന്റെ കരൾ റോസ്റ്റ് ചെയ്ത് നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഞാൻ നിർത്താൻ കേട്ടോ, വേഗം നിർത്തും. ഇവിടെ ശ്രദ്ധിച്ചു. 11 കാലാകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ചോദിച്ചു, അഫിൽ ജന്നത്തി അൽ അക്ലു വശുറൂബ് യാ റസൂലല്ലാഹ്, സ്വർഗത്തിൽ ഫുഡ് അടിയോ? സ്വർഗത്തിൽ ഫുഡ് ഉണ്ടോ? സഹാബത്ത് ചോദിച്ചു. അവിടെ ഭക്ഷണം ഉണ്ടോ? അവന്റെ വിധങ്ങൾ പറഞ്ഞു, അസിയത മിന ദുനിയ, ഈ ദുനിയാവിനേക്കാൾ കൂടുതൽ അവിടെ ഉണ്ട്. നമ്മുടെ ഈ ദുനിയാവിലുള്ളതിന്റെ ഇരട്ടിയുടെ ഇരട്ടി അവിടെ ഉണ്ട്. ഇവിടെ ഇപ്പം ഇങ്ങനെ ഹോട്ടലാണ് ഇഷ്ടം പോലെ. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ മൊത്തത്തിൽ ഹോട്ടലാണ് അല്ലേ? എത്രയോ തട്ടുകടകൾ, എത്രയോ ഹോട്ടൽ. നമ്മുടെ ഇവിടെ തന്നെ ഇല്ലേ എത്രയോ ഹോട്ടൽ. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് നൽകട്ടെ. കുഴിമന്തി ഉണ്ട്, അങ്ങോട്ട് പോകുമ്പോൾ കുഴിമന്തി. എല്ലാവരും കുഴിമന്തിയുടെ അഹലുകാരായി ഇപ്പം അല്ലേ? ചുട്ട കോഴി, ചപ്പാത്തി, എല്ലാ പരിപാടിയുണ്ട്, ദോശയുണ്ട്, എല്ലാ പരിപാടിയുണ്ട്. ഭക്ഷണപ്രിയരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചോ. സ്വർഗത്തിൽ ആദ്യം കിട്ടുന്ന ഭക്ഷണം ഇതാണ്, കരൾ റോസ്റ്റ് ചെയ്യും. എല്ലാവർക്കും കൊടുക്കും, സ്വർഗത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ഈ ദുന്യാവിൽ കഴിച്ചിട്ടുള്ള മീനോ അതിന്റെ ടേസ്റ്റോ ഒന്നും നമ്മുടെ നാവിൽ വരണ്ട. ചൂരയായിരിക്കും ചിലപ്പോൾ അവിടെ കിട്ടുക, എന്നൊന്നും നീ കരുതണ്ട. അതിനൊരു കരളിന്റെ ഇതാണ്, അതായിരിക്കും ചിലപ്പോൾ ഉസ്താദ് പറയുന്നത്. അതൊന്നുമല്ല, നീ ഇവിടെ കഴിച്ചിട്ടുള്ളതൊന്നും നീ ചിന്തിക്കണ്ട. മല ഐനുൻ റഅത് വല ഉദുനുൻ സമിഅത് വല ഖതറ അലാ ബശരി ആദം. ആദം സന്തതികളുടെ മനുഷ്യന്റെ ഹൃദയത്തിൽ ഇന്ന് വരെ ചിന്ത മുളയ്ക്കാത്ത, അവന്റെ കാതുകൊണ്ട് കേട്ടിട്ടില്ലാത്ത, അവന്റെ കണ്ണുകൊണ്ട് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത സൗഭാഗ്യമാണ് സ്വർഗത്തിലുണ്ടാവുക. സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മളിൽ തന്നെ ചില ആളുകൾ മറ്റുള്ള രാജ്യങ്ങളിൽ പോകുമ്പോൾ ആ രാജ്യത്തിലുള്ള ചില സൗഭാഗ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ വേറൊരു ലോകമാണ്.
അല്ലെ, വേറൊരു ലോകത്തെത്തും. ഞാൻ കവരത്തി ദ്വീപിൽ പോയപ്പോൾ അവിടെ 2 കിലോമീറ്റർ അവരിങ്ങനെ ബോട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മളൊരു ഡൈവിങ് ചെയ്യും, പ്രത്യേക യൂണിഫോമൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഡൈവ് ചെയ്തിട്ട് താഴോട്ട്, ഡൈവിങ് തന്നെയാണ് പറയുന്നത്. നേരെ കൊണ്ടുപോയിട്ട് കുറച്ചും കൂടെ താഴെ ഒരു 10 മീറ്റർ താഴോട്ട് അങ്ങോട്ട് കൊണ്ടുപോയി കഴിയുമ്പോൾ വേറൊരു ലോകമാണ്, കളർ മീനുകളുടെ വലിയൊരു ലോകം. അതിലേക്ക് നമ്മളെ കൊണ്ടുപോയി അങ്ങ് വിടുകയാണ്. പ്രത്യേക ഓക്സിജനൊക്കെ നൽകിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ മയ്യത്ത് നിസ്കരിച്ചിട്ട് പിന്നെ കയറുള്ളൂ. അത് പ്രത്യേക പരിശീലനം നൽകിയിട്ടാണ് നമ്മളങ്ങോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഇതെല്ലാം മറന്നു പോവാണ്. വേറൊരു ലോകം നമ്മൾ അക്വേറിയത്തിൽ ഇറക്കി വെച്ചതുപോലെ ഉണ്ടാവും. വലിയൊരു അക്വേറിയത്തിനകത്തോട്ട് നമ്മൾ ഇട്ടിട്ട് അത് 1-2 മീനൊന്നും അല്ല, ഇങ്ങനെ മീനുകൾ ഇങ്ങനെ ഓടുകയാണ് ഭയങ്കരമായിട്ട്. മീൻ കളർ മീനുകളുടെ ഇടയിൽ കൊണ്ട് നമ്മളെ, അപ്പം നമ്മൾ ഓർക്കും പടച്ചവൻ ഇതെന്താ ലോകം. അതൊരു വേറൊരു ലോകമാണ്. കടലിനടിയിലെ കാര്യം പറയുന്ന കേട്ടോ, കടലിനടിയിൽ കുറച്ചും കൂടെ അങ്ങോട്ട് പോയാൽ തിമിങ്ങരം നക്കും. അതുകൊണ്ട് അങ്ങോട്ട് അവർ കൊണ്ടുപോകില്ല. ഇതിനൊരു സൈഡുണ്ട്, അവിടെ മാത്രം അവർ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു പറഞ്ഞത് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മളിങ്ങനെ കുറച്ച് നേരത്തേക്ക് മൈൻഡെല്ലാം പോയി, ചാനലെല്ലാം പോയിട്ട് അവിടെ തന്നെ ഇരിക്കുക. അപ്പോൾ ഉമ്മാർ വന്ന് വിളിക്കും, പോയേക്കാം, കൈകൊണ്ട് ആംഗ്യം കാണിക്കും. കാരണം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇരുന്ന് എല്ലാം പോകും. കുറച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ തീരും, ഓക്സിജൻ പുറത്ത് കെട്ടിവെച്ചിട്ട് ഇറക്കിയേക്കുന്നത്. കൂടാമാരുണ്ട്, 2 ടീമുണ്ട്, അവരിങ്ങനെ കൊണ്ടുപോയി നമ്മളെല്ലാ ഭാഗത്തും കൊണ്ടുപോകും. കടൽ പുറ്റുകളും ഭാഗങ്ങളും ഒക്കെ ഇങ്ങനെ കൊണ്ട് കാണിക്കും. പോണമെന്നുണ്ടോ? ഫുലോസ് എല്ലാം തീരും. കവരത്തി ദ്വീപിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്, പല സ്ഥലങ്ങളിലും ഉണ്ട്. അതൊരു ഏരിയയാണ്, ആ ഏരിയക്ക് അപ്പുറത്തേക്ക് ഇതൊന്നും ഉണ്ടാവില്ല. അവിടെ കഴിച്ചു കഴിഞ്ഞ സാധനമാണ്, നമ്മളങ്ങോട്ട് ഇറങ്ങിയോണ്ട് നമുക്കത് കാലം മാന്തി കീറിക്കൊണ്ടുപോകും. അങ്ങനത്തെ സംഭവങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നത്, ആ സ്ഥലത്തിൻ്റെ ഒരു ഭാഗം മാത്രം കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് വല്ലാതെ മാറി. അപ്പം എന്തായിരിക്കും സ്വർഗ്ഗം? നമ്മൾ ചിലർ കുട്ടികളെ കൊണ്ട് ലുലു മാളിലൊന്ന് കൊണ്ടുപോകും അല്ലേ, അതുപോലെ ഒരു മാളിൽ, നമുക്കിപ്പോൾ റിലയൻസ് മാൾ കിട്ടിയിട്ടുണ്ട് ആലപ്പുഴക്കാർ. അങ്ങനെ മാളിൽ കൊണ്ടുപോയി ഇങ്ങനെ കൊണ്ട് കയറുമ്പോൾ, കോട്ടയക്കാർക്ക് മാൾ ഓഫ് ജോയ് ഉള്ളതുപോലെ ഓരോ ജില്ലയ്ക്ക് ഓരോ മാളാണ്. അങ്ങനെ ചില മാളിലോട്ട് കൊണ്ടുപോയി നമ്മൾ അവിടെ കാണാത്ത കളിപ്പാട്ടങ്ങളും സംഭവം അത് ഭയങ്കര എന്ന് ചിലർ കരുതും. മക്കത്ത് കൊണ്ടുപോയി, മദീനത്ത് കൊണ്ടുപോയി, അവിടുത്തെ ഇങ്ങനെ ഓരോ തൂണും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചില ഉമ്മമാരെ പിന്നെ ചാനൽ പോയി അവരവിടെ തന്നെ ഇരിക്കുക, എന്തിനാ വന്നതെന്ന് തന്നെ ഓർക്കുന്നില്ല. അതാര് നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ചില സൗഭാഗ്യങ്ങൾ കാണുമ്പോൾ, സൗദിയിൽ പോയി, ഗൾഫിൽ പോയി, മറ്റ് രാജ്യങ്ങളിൽ പോയി, അവിടെയുള്ള സൗഭാഗ്യങ്ങൾ കാണുമ്പോൾ അപ്പം മനസ്സിലായിരിക്കും എന്താണ് സ്വർഗം. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത, നിന്റെ കാതുകൊണ്ട് ഇന്ന് വരെ നീ കേട്ടിട്ടില്ലാത്ത, നിന്റെ ഹൃദയം കൊണ്ട് ഇന്ന് വരെ നീ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു ലോകമാണ് സ്വർഗം. സയ്യിദുനാ റസൂലുള്ളാഹി. അവിടുത്തെ ഫുഡാ അത്. നീ ഉദ്ദേശിക്കുന്ന മീനൊന്നും അല്ല, ഭയങ്കര ടേസ്റ്റാണ്. ആമൂറൊന്നും അല്ല, ആവോലിയൊന്നും അല്ല, അതൊക്കെ നീ ഇവിടെ കഴിച്ചത് അതൊന്നുമല്ല, ഭയങ്കര ടേസ്റ്റാണ്. നെയ്മീനായിരിക്കും, അതൊന്നുമല്ല, നമ്മൾ കഴിച്ചിട്ടുള്ള മീൻ അതൊന്നും അല്ല, ഭയങ്കര ടേസ്റ്റാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉറക്കെ പറയും, നമ്മൾ മീൻ കഴിച്ച് മടുത്ത് ഇനി അവിടെ ഇത് തന്നെയാണോ എന്ന് കരുതുന്ന ഓമുണ്ടാവും. അതല്ല, അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ കഴിച്ചിട്ടുള്ളതൊന്നും അല്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉറക്കെ പറയില്ലെങ്കിൽ ഉള്ള തൗഫീഖ് പോകും. അള്ളാഹു തൗഫീഖ് തരട്ടെ. നബി തങ്ങളോട് ചോദിച്ചു, നബിയെ സ്വർഗത്തിൽ ഭക്ഷണമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അസിയത മിന ദുനിയാ, ഈ ദുനിയാവിനേക്കാൾ കൂടുതലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വീണ്ടും ചോദിക്കുകയാണ്, അയബൂലൂന വയതഗവ്വതൂൻ, അപ്പോൾ കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്യുകയില്ലയോ റസൂലേ? കഴിച്ചാൽ, ഭക്ഷണം കഴിച്ചാൽ പുറത്തേക്ക് പോകണ്ടേ? നബി തങ്ങൾ പറഞ്ഞു, യതഅറഖൂൻ, അവർ വിയർക്കുന്നതാണ്. സ്വർഗാവകാശികൾ ഭക്ഷണം കഴിച്ചാൽ അവരുടെ വിയർപ്പിലെ ഗ്രന്ഥികളിലൂടെ പുറത്തേക്ക് വരുകയാണ് വിയർപ്പ്. ആ വിയർപ്പ് പുറത്തേക്ക് വരുന്നത് എത്രമാത്രം കൂടുതലുണ്ടോ അത്രമാത്രം ഭക്ഷണം അവർ കഴിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. പക്ഷേ ഈ ദുനിയാവിലെ വിയർപ്പിന്റെ നാറ്റമല്ല ആഖിറത്തിലെ വിയർപ്പിനുള്ളത്. കസ്തൂരിയേക്കാൾ സുഗന്ധമാണ് ഹബീബുനാ റസൂലുള്ളാഹി. കസ്തൂരിയേക്കാൾ സുഗന്ധമാണ് സ്വർഗത്തിൽ. അതിവിടെ ദുനിയാവി വെച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. ആർക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അത് സമയമില്ല അതിലോട്ടൊന്നും പോയി. ബുഖാരി മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസ്, ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ, നബി തങ്ങൾ വീട്ടിൽ വന്നാൽ ഞാൻ പ്രത്യേക വിരിപ്പ് വിരിച്ചു കൊടുക്കും. കാരണം നബിക്ക് ഭയങ്കര വിയർപ്പാണ്, നല്ല ശരീരത്തിൽ വിയർപ്പുള്ളതാണ്. വിയർപ്പ് എന്നതോട് ഒരുപാട് വിയർപ്പാന്ന് പറഞ്ഞ ചില പെണ്ണുങ്ങൾ പറയാം. അതിന് കുഴപ്പം? വിയർപ്പല്ലതാ, അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ കെട്ട വാടയാണ് നമ്മുടേത്, അതാണ് അവരും അങ്ങനെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൂപ്പറാണ്, അതാണ് ഈ പറയാൻ പോകുന്നത്. ഈ വിയർപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് പോയതിനു ശേഷം ഈ വിരിപ്പ് എടുത്തിട്ട് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ കുപ്പിയിലേക്ക് ഇങ്ങനെ പിടിയും. ഇതെവിടെ ഉണ്ട് ഉസ്താദേ?
ബുഖാരിയിലുണ്ട്. ബുഖാരിയിൽ അതിനിങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നറിയാം. ഓൺലൈനിൽ ഇരിക്കുന്നവർ കേൾക്കാനാണ്. ചിലരിതിങ്ങനെ പറയുമ്പോൾ അവർക്ക് വലിയ വിഷമോ ഇതൊക്കെ പറയുന്നത്. ഇത് പറയണ്ടേ? പിന്നെ പറയാതെ വിസർജന തങ്ങളുടെ ശരീരത്തിന്റെ പ്രത്യേകതയാണ് ഈ പറയുന്നത്. ആ വിയർപ്പ് കസ്തൂരിയേക്കാൾ സുഗന്ധമാണ്. ആര് പറയാൻ? ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ, നബിയുടെ ഭാര്യ പറയാൻ. സഹീഹുൽ ബുഖാരി. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചെറിയ കാര്യമല്ല. കുട്ടികൾക്ക് രോഗം വരുമ്പോൾ ഞാനിത് തൊട്ടു കൊടുക്കുമാരുണ്ടായിരുന്നു. ഉമ്മു സലമ ബീവി പറയാ, ഇത് ഞാൻ കൊടുക്കും രോഗം വരുമ്പോ. ഇതൊക്കെ ഇന്ന് പറഞ്ഞാലോ സമൂഹം വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെടും. കാരണം നമ്മുടെ വിയർപ്പിന് ഭയങ്കര ദുർഗന്ധം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുന്യാവിൽ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അതൊരു സുഗന്ധം. നമ്മൾ ആഖിറത്തിലെത്തുമ്പോൾ ഈ സുഗന്ധം ലഭിക്കും. നീ ഭക്ഷണം കഴിച്ചാൽ നിനക്ക് പരിമളം ആസ്വദിക്കാൻ പറ്റും. നിന്റെ ശരീരത്തിന്റെ വിയർപ്പിന്റെ ഗന്ധികളിലൂടെ കടന്നു വരുന്ന വിയർപ്പിന് മിസ്ക്, കസ്തൂരിയേക്കാൾ സുഗന്ധമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഹദീസാണ് ഇതൊക്കെ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഇങ്ങനെ സ്വർഗം കേട്ടിട്ട് ഇങ്ങനെ ആശ്ചര്യത്തോടുകൂടി ഇരിക്കുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു അശരീരി കേൾക്കുകയാണ്. സ്വർഗാവകാശികളുടെ മുന്നിൽ ഒരു അശരീരി വരും. എന്താണ് അശരീരി? അതുരീദൂന അസിയദ മിൻ ഹാദാ, ഇതിനേക്കാൾ കൂടുതൽ വല്ലതും നിങ്ങൾക്ക് വേണോ? ഇതിനേക്കാൾ വല്ലതും കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഖാലൂ, ഉടനെ സ്വർഗാവകാശികൾ വിളിച്ചു പറയും, അല്ലാഹ് ഹാദാ അസിയദു യാ അല്ലാഹ്, പടച്ച റബ്ബേ ഇത് തന്നെ കൂടുതലാണ് റബ്ബേ, ഇത് തന്നെ കൂടുതലാണ് അല്ലാഹ്. ഇത്ര തന്നെ വലിയ സൗഭാഗ്യം ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങൾ കരുതിയില്ല അല്ലാഹ്. അലം തബിയല്ല വജൂഹനാ, കറുത്തിരുണ്ട ഞങ്ങളുടെ മുഖത്തെ നീ വെളുപ്പിച്ചു തന്നവനല്ലയോ? ഈ പരിശുദ്ധമായ പവിത്രമായ സ്വർഗത്തിനുള്ളിലേക്ക് ഞങ്ങളെ നീ കടത്തിയവനല്ലയോ? സ്വർഗത്തിൽ കടത്തിയിട്ട് വലിയ വിരുന്ന് സൽക്കാരം നൽകിയവനല്ലയോ? സ്വർഗത്തിൽ കഴിയുന്ന ഏറ്റവും താഴത്തെ തട്ടിൽ കഴിയുന്നവന് പോലും 1000 ഖാദിമീങ്ങൾ ഉണ്ടാകുമെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. സ്വർഗത്തിൽ വസിക്കുന്ന ഏറ്റവും താഴത്തെ തട്ടിലുള്ളവൻ തന്നെ കരുതുമത്രേ, എന്റെ അത്രയോ സൗഭാഗ്യം വേറെ ആർക്കുമില്ല എന്ന് അവൻ കരുതുമാറുള്ള സൗഭാഗ്യങ്ങളാണ് അവന്റെ സ്വർഗത്തിന്റെ മുറികൾക്കുള്ളിൽ വസിക്കുന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ വിളിച്ചു പറയും, അല്ലാഹ് ഹാദാ സിയദു യാ അല്ലാഹ്. ദുനിയാവിൽ ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് ദേശത്ത് വലിയ വലിയതാകുന്ന സുനാമികൾ വന്നപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ വീടുകളിൽ വസിച്ചവരാണ് അല്ലാഹ്. ചെറ്റക്കൂരയിൽ വസിച്ചു വരുന്നവരാണ് അല്ലാഹ്. ഞങ്ങൾ നമസ്കാരം ചിട്ടവച്ചിരുന്നു അല്ലാഹ്. കൃത്യമായി സക്കാത്തുകൾ കൊടുത്തിരുന്നു റബ്ബേ. പാവങ്ങളുടെ കണ്ണീരപ്പ മനസ്സുള്ളവരായിരുന്നു അല്ലാഹ്. ഔലിയാക്കളെ ഇഷ്ടപ്പെട്ടു വരുന്നവരാണ് അല്ലാഹ്. അതിന്റെ പേരിൽ ഞങ്ങൾക്ക് ഈ സൗഭാഗ്യങ്ങൾ നൽകിയത് തന്നെ ഹാദാ അസിയദു യാ അല്ലാഹ്. ഇത് ഞങ്ങളെ അപേക്ഷിച്ച് വല്ലാതെ കൂടുതലാണ് റബ്ബേ, കൂടുതലാണ് റബ്ബേ എന്നവർ വിളിച്ചു പറയുമ്പോ ഫയുക്ശഫുൽ ഹിജാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനും അവർക്കും ഇടയിലുള്ളതായ സൃഷ്ടികൾക്കും ഇടയിലുള്ളതായ മറയങ്ങ് നീക്കുകയാ. അല്ലാഹുവിനെ നേരിട്ടങ്ങ് കാണുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ചതാകുന്ന പടച്ച തമ്പുരാൻ എത്ര വലിയ സൗന്ദര്യമുള്ളവരാണ് എന്ന് ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ട ഉമ്മമാരെ? ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? ഈ ലോകത്ത് നീ കണ്ടിട്ടുള്ള സർവ്വവസ്തുക്കളും ദുനിയാവിന്റെ വസ്തുക്കളാണെന്നുള്ള ബോധം നിനക്ക് വേണം. വലിയ സുന്ദരമായ വാഹനങ്ങൾ കാണുമ്പോ ഈ വാഹനത്തിനപ്പുറം മറ്റൊരു വാഹനമില്ല എന്ന് ചിന്തിക്കുന്നവർ, അതിസുന്ദരമായ വീടുകൾ കാണുമ്പോ ഈ വീടിനപ്പുറം മറ്റൊരു ഗേഹമില്ല എന്ന് ചിന്തിക്കുന്നവർ, വലിയ വലിയ സുന്ദരമാക്കപ്പെട്ട മണിമാളികൾ കാണുമ്പോ, വലിയ മാളുകൾ കാണുമ്പോ, അതിലെ സൗന്ദര്യങ്ങൾ കാണുമ്പോ, സുന്ദരിയാകുന്ന സ്ത്രീയെ കാണുമ്പോ ഇതിനേക്കാൾ സൗന്ദര്യമുള്ള മറ്റൊരു സ്ത്രീ ഇല്ല എന്ന് കരുതുന്നവര് പഠിച്ചു വെക്കേണ്ട പാഠം, ഈ ലോകത്തെ ഏറ്റവും സൗന്ദര്യ സ്വരൂപനായ യൂസുഫ് നബിയെ സൃഷ്ടിച്ച, അതിനേക്കാൾ വലിയ സൗന്ദര്യ സ്വരൂപനായ അഷ്റഫുൽ ഖൽഖിനെ സൃഷ്ടിച്ച, മുത്തുനബിയെ സൃഷ്ടിച്ച, ഈ ലോകത്ത് മനോഹരമായി കാണാൻ കൊള്ളാവുന്ന ഏതൊക്കെ വസ്തുക്കളുണ്ടോ, മനുഷ്യന്റെ കണ്ണിന് കുളിർമയേകുന്ന ഏതൊക്കെ വസ്തുക്കളുണ്ടോ, ആ വസ്തുക്കളെ മുഴുവൻ സൃഷ്ടിച്ചതാകുന്ന പടച്ച തമ്പുരാൻ എത്ര വലിയ സുന്ദരനാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആ പടച്ചറപ്പിനെ അങ്ങ് കാണുമ്പോ, പടച്ചറപ്പിന്റെ സൗന്ദര്യം അങ്ങ് ദർശിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അന്ന്
അന്ന് വരെ അവൻ കണ്ടിട്ടുള്ളതാകുന്ന സർവ്വ സൗഭാഗ്യങ്ങളും, സ്വർഗത്തിൽ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വ സൗഭാഗ്യങ്ങളും അവൻ മറന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സഹാബാ ഫമാ ഉതു ശൈആ അഹബ്ബ ഇലൈഹി മിനൻ നദരി ഇലാ വജ്ഹി റബ്ബിഹിൽ കരീം. പടച്ച റബ്ബിനെ കാണുന്നത് വല്ലാത്ത ആനന്ദകരമായ കാഴ്ചയാണ്. റസൂലുള്ളാഹി പറയുകയാണ്, സഹാബാ അന്നവരവർക്ക് കൊടുത്തിട്ടുള്ള സർവ്വ സൗഭാഗ്യങ്ങളും സ്വർഗം നേരിട്ട് കണ്ടുകൊണ്ട് അതിലെ ആസ്വാദനങ്ങൾ ഇന്നവരെ മനുഷ്യൻ കണ്ടുകൊണ്ട് കാണാത്ത, കാതുകൊണ്ട് കേൾക്കാത്ത, ഹൃദയം കൊണ്ട് ചിന്തിക്കാത്ത അനുരാഗത്തിന്റെ പർദീസയിൽ വിരാജിക്കുമ്പോ 1000 ഖാദിമീങ്ങൾ അവന്റെ ചുറ്റും വന്നുകൊണ്ട് എന്ത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോ കയ്യെത്തും ദൂരത്ത് ആഗ്രഹിക്കുന്നതായ പല വർഗങ്ങൾ അവന് കിട്ടുന്നതായ സൗഭാഗ്യത്തിന്റെ മുന്നിൽ അവൻ ആറാടിക്കൊണ്ടിരിക്കുമ്പോ ഈ ദുനിയാവിൽ കേവലം ഒരു ചെറിയ സൈക്കിളിന്റെ പുറത്ത് കയറി പറക്കാട് ദേശത്തുകൂടി യാത്ര ചെയ്തവന് വലിയ കമനീയമായ വലിയ സുന്ദരമായ വാഹനങ്ങൾ അവന്റെ സ്വർഗീയ മുറ്റത്ത് കൊണ്ടുവന്ന് പടച്ച തമ്പുരാൻ സംവിധാനിക്കുമ്പോ ഈ സംവിധാനങ്ങളെല്ലാം അവൻ മറന്നുപോവുകയാ. പടച്ചറപ്പിന്റെ സൗന്ദര്യത്തിന് മുന്നിൽ എല്ലാ സൗന്ദര്യവും അവൻ അടിയറ വെക്കുകയാണ്. ആ സൗന്ദര്യത്തിൽ അവൻ മുഴുകിപ്പോകുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഈ കണ്ണ് സൗഭാഗ്യമുള്ള അവയവമാണ്. എന്തുകൊണ്ട്? ഈ കണ്ണുകൊണ്ട് ആരെ കാണണം? മീൻ പൊരിക്കണമെന്നോ? ഇപ്പോഴും ആ മീൻ്റെ അടുത്താണ് കയറുമ്പോ ഒരു മീൻ കിട്ടുമെന്ന് പറഞ്ഞത്. ആരെ കാണണം? അള്ളാഹുവിനെ കാണണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹുവിനെ കാണണം ഈ കണ്ണുകൊണ്ട്. അതിന് നീ എന്ത് ചെയ്യണം? ഈ ദുനിയാവിൽ ഈ കണ്ണുകൊണ്ട് അശ്ലീലത കാണാൻ പാടില്ല. മോശമായ തലത്തിലേക്ക് കണ്ണുകൊണ്ടു പോകാൻ പാടില്ല. അങ്ങനെ കണ്ടുപോയാൽ അള്ളാഹുവിനെ കാണാൻ പറ്റൂല. മനസ്സിലാകുന്നല്ലോ? അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. പടച്ച റബ്ബിനെ കാണണോ? ഈ കണ്ണുകൊണ്ട് സൂക്ഷിക്കണം. ഈ കണ്ണ് സംരക്ഷിച്ചോണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ കണ്ണുകൊണ്ട് അശ്ലീലത കണ്ടുകൊണ്ട് നടന്നോ, വല്ലാഹി സുമ്മ വല്ലാഹി റബ്ബിനെ കണ്ട് ആസ്വദിക്കാൻ പറ്റൂല. ലോകത്തുള്ള എല്ലാ സൂഫിയാക്കളും മഹത്തുക്കളും അവർ ഇബാദത്ത് എടുത്തിട്ടുള്ളത് അള്ളയെ കാണാൻ വേണ്ടിയാണ്, സ്വർഗത്തിന് വേണ്ടി അല്ല. സ്വർഗത്തിന് വേണ്ടി അവർ അമലെടുത്തിട്ടില്ല. മനസ്സിലാക്കണം? സൂഫിയാക്കളൊക്കെ അമൽ ചെയ്തിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? ഈ കിടക്കുന്നതായ സയ്യിദവറുകളടക്കം അവരുടെയൊക്കെ നിയ്യത്ത് സ്വർഗമല്ല. എന്തുകൊണ്ട്? സ്വർഗമെന്ന് പറയുന്നത് ഒരു സൃഷ്ടിയാണ്. സ്വർഗമെന്ന് പറയുന്നത് ഒരു സൃഷ്ടിയാണ്. ആരുടെ? സൃഷ്ടാവായ പടച്ച റബ്ബിന്റെ. നീയും ഒരു സൃഷ്ടിയാണ്. ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയെ ആഗ്രഹിക്കുന്നതിൽ ഒരു യുക്തിയുമില്ല. ഒരു കാര്യമില്ല. ഒരു സൃഷ്ടി പിന്നെ ആരെയാണ് ആഗ്രഹിക്കേണ്ടത്? സൃഷ്ടാവിനെയാണ് ആഗ്രഹിക്കേണ്ടത്. കാരണം ഇതെല്ലാം സൃഷ്ടിച്ച, ഈ സ്വർഗത്തെ സൃഷ്ടിച്ച, ഈ ലോകത്തെ സൃഷ്ടിച്ച, മുത്തുനബിയെ സൃഷ്ടിച്ച അള്ളാഹ് എത്ര സൗന്ദര്യവാനാണ്. ആ റബ്ബിനെ ഒന്ന് കാണണ്ടേ? അതാണ് മഹത്തുക്കൾ സൂഫിയാക്കൾ അമൽ ചെയ്തിട്ടുള്ളത് എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുക. നമ്മുടെ അമലും അതിനാകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോഴേ നമ്മുടെ ദറജ ഉയരുള്ളൂ. ഈ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സ്ഥാനത്തേക്കാൾ പവർ അള്ളാഹു നിനക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ ആ പവർ നിനക്ക് അധികരിപ്പിക്കണമെന്ന് ആശയുണ്ട് എങ്കിൽ നിന്റെ ജീവിതത്തിൽ നിന്റെ കണ്ണിനെ നീ സൂക്ഷിച്ചോ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏറ്റവും വലിയ കാഴ്ചയാണ് ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റുക. അള്ളാഹു തൗഫീഖ് തരട്ടെ.